കേരളത്തിൽ ഓൺലൈൻ വിദ്യാഭ്യാസം തുടങ്ങിയതിന് ശേഷം കേരളത്തിൽ 2 മണിക്കൂറാണ് മൊബൈൽ ഫോണിൽ വിദ്യാഭ്യാസം നടത്തിയതെങ്കിൽ, ഓൺലൈൻ സൂമിൽ ഗൂഗിൾ മീറ്റിൽ ക്ലാസ് നടത്തിയതെങ്കിൽ, കേരളത്തിലെ പ്രിയപ്പെട്ട കുട്ടികൾ 20 മിനിറ്റ് മാത്രമേ ഓൺലൈൻ ക്ലാസ്സിൽ ഇരുന്നിട്ടുള്ളൂ. പക്ഷേ 4.5 മണിക്കൂർ കേരളത്തിലെ ഒരു കുട്ടി മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഞാൻ ആദ്യം വിചാരിച്ചത് എന്ത് പൊട്ടത്തരാണിത്. എൻ്റെ ഭാര്യയാണ് പഠനമെല്ലാം നോക്കുന്നത്. ഞാൻ ഭാര്യയോട് ചോദിച്ചല്ല, ഭാര്യ മോന്റെ പഠനമെല്ലാം എങ്ങനെയുണ്ട്? ഉള്ളറിയും സൂപ്പറാണ്, ഗംഭീരാണ്. ഇതന്നെ പോട്ടെ, ഇപ്പൊ അമ്മ പഠിക്കുന്നുണ്ട് നല്ലോണം. ഞാൻ ചോദിച്ചു പഠിക്കുന്നുണ്ടല്ലോ, ഓളിയും വിശേഷിച്ചിട്ടാണല്ലോ നമ്മൾ വീട്ടിൽ നിന്ന് പോകുന്നത്. പക്ഷെ ഈ വാർത്ത എൻ്റെ മനസ്സിനെ വല്ലാണ്ട്, ഒരിക്കലും പത്രം കള്ളം പറയില്ലല്ലോ. അങ്ങനെ പിറ്റേന്ന് രാവിലെ വീണ്ടും ഈ 7:45 എൻ്റെ ജീവിതത്തിൽ നശിച്ച സമയമാണ്. രാവിലെ 7:45 വീണ്ടും ഞാൻ എൻ്റെ മോൻ പഠനം തുടങ്ങുന്ന സമയത്ത് ഞാൻ ഓൻ്റെ അടുത്ത്, ഓൻ്റെ രാവിലെ 7:30 ഓൻ്റെ ക്ലാസ് തുടങ്ങും. അങ്ങനെയാണ് മാഷന്മാരുടെ സമയത്തിനനുസരിച്ച ക്ലാസ്. ചമ്മണപ്പടി ഇട്ടിരിക്കുന്നു, വെള്ള ഡ്രസ്സ് ഇട്ടിരിക്കുന്നു, ഗുഡ് മോർണിംഗ് മിസ് എന്നെല്ലാം പറയുന്നു. അപ്പൊ ഞാൻ ഭാര്യയോട് വീണ്ടും ചോദിച്ചു എങ്ങനെയുണ്ട്? പറഞ്ഞു സൂപ്പറാണ്. ഞാനതിന് ഓൻ്റെ പുറകു വശത്തൂടി ഇപ്പുറത്തൂടി വന്നിട്ട് ഓൻ്റെ മൊബൈൽ ഫോൺ ഒന്ന് പരിശോധിച്ചു. ഈ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോ ഈ മൊബൈൽ ഫോണിന് പകുതിയായിട്ട് മുറിച്ചിന്. പകുതിയായിട്ട് മുറിക്കുക ഇങ്ങനെ കത്തിയോണ്ട് മുറിച്ചല്ല, സ്പ്ലിറ്റ് സ്ക്രീൻ അതിന്റെ പേര്. മേലെ ഗൂഗിൾ മീറ്റിൽ ടീച്ചർ കണക്കിങ്ങനെ 1, 3, 3, 2, 5 ഇങ്ങനെ ഭയങ്കര ബഹളപ്പാട് തന്നെ. താഴത്തെ ഭാഗത്ത് ഇവൻ ഗെയിം കളിക്കുക. ഈ ആട്ടം കണ്ടപ്പോ എന്റെ ഭാര്യ വിചാരിക്കുന്ന കണക്കിന്റെ താളത്തിനനുസരിച്ചിട്ടുള്ള ആട്ടാന്നാണ്. ഞാൻ ഒരു വിളിക്കലും ഇവനും മൊബൈലും എല്ലാം ഉരുണ്ട് താഴെ വീണ്. ഇപ്പം പറഞ്ഞ അച്ഛ അപ്പാട് വന്നപ്പോൾ ക്ലാസ് അപ്പാട് പോയി. ഞാൻ ഒരു നാമൂസം വേണ്ട, കഴിഞ്ഞ 2 കൊല്ലമായി ഇനി എൻ്റെ അച്ഛനെയും അമ്മേനെയും പറ്റിക്കുന്നത്.